കണ്ടകശനിക്ക് 2-3 തരത്തിലുണ്ട്. 4, 7, 10 ഇതിലാണ് കേന്ദ്രങ്ങളിൽ ശനി വരുമ്പോഴാണ് കണ്ടകശനി. വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസിക്ക് പാലും കൂടി ചേർത്ത് ഒഴിക്കുകയും ഞായറാഴ്ച ദിവസം സൂര്യപ്രീതിക്ക് വേണ്ടി ശർക്കരപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്താൽ നമുക്ക് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ധനത്തിനാണല്ലോ വ്യാഴത്തിൻ്റെ കാര്യം. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസം സൂര്യഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണ്. ഇനി തുലാം രാശിക്കാരെന്ന് പറയാം ചിത്തിര അവസാനം ചോതി വിശാഖം. ചിത്തിര അവസാനം ചോതി വിശാഖം ഇവരാണ് തുലാം രാശി. ഉത്രം അവസാനം അത്തം ചിത്തിര ആദ്യം. ഈ 3 രാശിക്കാർക്ക് അവർക്ക് കണ്ടകശനിയാണ് ഇപ്പോൾ. ഇനി അടുത്തതാണ് വൃശ്ചികൻ രാശി. വിശാഖ അവസാനം അനിഴം തൃക്കേട്ട. ഈ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം. ലക്ഷ്മിയമ്മേ നമസ്കാരം. നമസ്കാരം. ബാക്കിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. വ്യാഴമാറ്റം, അതായത് എല്ലാ പേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് അവരുടെ വ്യാഴമാറ്റം എന്ന് പറയുന്നത്. വ്യാഴം ഓൾറെഡി മാറിക്കഴിഞ്ഞു, മെയ് 14-ാം തീയതി അല്ലേ? സോ അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കും ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നവർ നല്ലൊരു ദിവസങ്ങളിലേക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഒരു വർഷം നല്ല ദിനങ്ങൾ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പറയാമല്ലോ? നമസ്കാരം. വ്യാഴമാറ്റം സംഭവിച്ചിരിക്കുന്നത് മെയ് 14-ാം തീയതി രാത്രിയാണ്. ഓക്കെ. ഈ വ്യാഴം ഇപ്പോൾ ഓരോ രാശിക്കാർക്കും വ്യാഴം ഗുണമുണ്ടായിരുന്നവരുണ്ട്, ദോഷമുണ്ടായിരുന്നുണ്ട്. അപ്പോൾ വ്യാഴം ഇപ്പോൾ വന്നത് മിഥുനം രാശിയിലേക്കാണ്. മിഥുനം രാശി എന്ന് പറഞ്ഞാൽ അവതാര പുരുഷൻ, അതായത് ബുധൻ്റെ രാശിയാണ്. ബുധൻ രാശി എന്ന് പറയുമ്പോൾ അവതാര പുരുഷൻ്റെയാണ്. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. പിതൃനാടും ശുക്രൻ്റെ രാശിയാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ അസുരാചാര്യനും വ്യാഴം എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി ദേവാചാര്യ. അപ്പോൾ രണ്ടുപേരും കൂടി ഒരു ഇതല്ല, പക്ഷെ അതിലും കുറച്ചുകൂടി നല്ല സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വ്യാഴം ഹാപ്പിയാണ്. അപ്പോൾ ബൃഹസ്പതി ഹാപ്പിയാണ്, ദേവഗുരു. ആ സ്ഥലത്തേക്ക് വന്നിരിക്കുമ്പോൾ നമുക്ക് ഓരോ രാശിക്കാർക്കും വരുന്ന ഫലങ്ങൾ. ഫസ്റ്റ് രാശിയാണ് മേടൻ രാശി. മേടൻ രാശി എന്ന് പറയുമ്പോൾ അതിനകത്ത് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യവാദം. ഇവർക്ക് നല്ലതല്ല. 3-ാം ഭാവം, 3-ൽ വ്യാഴം മുറവിളി കൂട്ടുന്ന പറയുന്നത്. മുറവിളി കൂട്ടുന്ന അത്രത്തോളം വിഷമം തന്നെ മുറവിളിക്കുന്നത്. കരയണപ്പോഴാണ് എല്ലാവരും ഇടിച്ച് കരയണപ്പോഴാണ് വിഷമം വരുമ്പോൾ അത്രത്തോളം അത് അത്ര ഗുണകരമല്ല. മേടൻ രാശിക്കാർക്ക് മൊത്തത്തിൽ പ്രശ്നമാണ്. കാരണം 7 ശനി, വ്യാഴം 3-ൽ. അപ്പോൾ അവർ ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കണം. മഹാദേവനെയും കൃഷ്ണനെയും ശരിക്ക്, മഹാവിഷ്ണുവിനെ ശരിക്കും പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് തൽക്കാലത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. അപ്പോൾ അവരുടെ പരിഹാരങ്ങൾ പറഞ്ഞു പോകാം. പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദക്കാർക്ക് ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും 12-ൽ ശനി വരുമ്പോൾ തന്നെ സാമ്പത്തികത്തിന് ഇത്തിരി ബുദ്ധിമുട്ട് വരും. അധിക ചിലവുകളൊക്കെ വരും. വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് ചിലവ് വരും. പിന്നെ ആവശ്യമുള്ള കേസ്, ബുദ്ധിമുട്ടുകൾ, നമ്മൾ ആവശ്യമില്ലാത്ത ജാമ്യമൊക്കെ നമ്മുടെ തലയിലേക്ക് വന്ന് വിടുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ്, വഴിയിലൊരാൾ കിടന്നു, ഒന്ന് എടുത്തു, ലാസ്റ്റ് നമ്മുടെ തലയിൽ നിന്ന് പെടും. അങ്ങനത്തെ ഒരു സമയമാണ് 7 ശനിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതും 12 ശനിയാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് വ്യാഴം കൂടി മാറുമ്പോൾ സാമ്പത്തികവും കൂടി കുറയും. അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നെങ്കിലും ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം ഇത് പറയാൻ. ചിലപ്പോൾ നല്ല സമയത്തുള്ള ആൾക്കാണെങ്കിലും, നല്ല ശുക്രദശയും അല്ലെങ്കിൽ വ്യാഴദശയൊക്കെ ആണെങ്കിലും അവർക്കൊന്നും ഏക്കില്ല. എല്ലാ ദശകൾക്കും നല്ല സമയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മേടത്തിൽ ജനിച്ച ഒരാൾക്ക് ആദ്യത്തെ ദശ നല്ലതായിരിക്കും. ആദ്യത്തെ ദശ അലയെന്ന് പറയുമെങ്കിലും നല്ല കാര്യത്തിലാണ് അലച്ചത്. ചിങ്ങത്തിൽ ജനിച്ചവർക്കും ആദ്യത്തെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്നാലും ഗോചരാലാണല്ലോ കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. വ്യാഴം മാറി ശനി മാറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശനിയാഴ്ചകളിൽ മത്സ്യമാംസാരം ഉപേക്ഷിച്ച് ഒരിക്കലെടുക്കുക. ഒരു നേരം ഭക്ഷണം കഴിക്കുക. രാത്രി ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കാം. രാവിലെ ചപ്പത്തിയൊന്നും കഴിക്കാം. അങ്ങനെ ചിട്ടയ്ക്ക് വരും. ശിവക്ഷേത്ര ദർശനം, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനവും ഏതെങ്കിലും ചെയ്താൽ മതി. അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിലൊക്കെ പോയി തൊഴുകയൊക്കെ ചെയ്താൽ ഏറ്റവും വേണ്ടത് ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, പിൻവിളക്ക് കഴിക്കുന്ന മുജ്ജന്മ പാപങ്ങളൊക്കെ തീരാനാണ്. ഇതൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ശനീശ്വര പൂജ ചെയ്താൽ നല്ലത്. സാമ്പത്തികം അനുസരിച്ചിരിക്കും. അരയാലിന് പ്രദക്ഷിണം വയ്ക്കുക. ഈ വക ചെയ്താൽ ശരി ദോഷം തീരും. പങ്ക്ച്വലായിരിക്കണം ആൾ. പങ്ക്ച്വലായവരെ ശനിദേവൻ ഉപദ്രവിക്കില്ല. കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുന്നവരും. പിന്നെ പുറത്തുനിന്ന് വന്ന കാല് കഴുകുക. നമ്മൾ കൊറോണ കാലത്ത് കാല് കഴുകിയിരുന്നു. പഴയ കാലങ്ങളിൽ കാല് കഴുകിയിരുന്നു. പിന്നെ അതില്ലാണ്ടായി. ചെരുപ്പിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോകാൻ പാടില്ല. കാരണം ഈ കാലിൽ കൂടിയാണ് ഈ ശനികളുടെ ഇത് വരിക. അപ്പോൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് കാലൊക്കെ കഴുകിയിട്ട് കയറുക. അങ്ങനെയൊക്കെ ചിട്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോഷങ്ങൾ ഏൽക്കില്ല. പിന്നെ വ്യാഴം 3-ലാണെങ്കിൽ വ്യാഴപ്രസാദത്തിന് വേണ്ടി വിഷ്ണു സഹസ്രനാമം ജപിക്കാം. കൃഷ്ണൻ്റെ അമ്പലത്തിലോ വിഷ്ണുവിൻ്റെ അമ്പലത്തിലോ രാവിലെ വ്യാഴഹോര എന്ന് വ്യാഴാഴ്ച രാവിലെ
ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കും വ്യാഴം മാറും. 7 മണി 1 മണിക്കൂറാണ് രാവിലെ. അതെ. ഉദയം മുതൽ ഉദയത്തിന് പല സമയം ഉണ്ടാവും വ്യത്യാസം. ഇപ്പോൾ 6-7 നമ്മുടെ ഇവിടെയൊക്കെ ഉദയം. അപ്പോൾ 7 മണി വരെ ഉള്ളൂ, 7 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പോയി കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ അമ്പലത്തിൽ പോയി തൊഴുക, നമോ നാരായണ ധാരാളം ജപിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ചിട്ടയ്ക്ക് വരിക. ചിട്ടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരില്ല. പിന്നെ വ്യാഴാഴ്ചവർക്കും വ്യാഴാഴ്ച ശനിയാഴ്ചക്ക് ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവർ സഹായിക്കുക, അന്നദാനോ ഒന്നും ചെയ്യുക. ഇങ്ങനെയുള്ള ചിട്ടയ്ക്ക് വരുന്നവർക്കൊന്നും ഇതൊന്നും യാതൊരു ബാധകമായിരിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പം മേടൻ രാശിയെ സംബന്ധിച്ച് മോശം സമയമാണെങ്കിലും അതിനൊക്കെ റിക്കവർ ചെയ്യാനുള്ള മാർഗ്ഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇടവൻ രാശിയാണ് അടുത്തത്. ഇടവൻ രാശിക്ക് സുവർണ്ണകാലം. 11 ശനി, 2 വ്യാഴം, സുഖവഴി. കഴിഞ്ഞ കഷ്ടപ്പാടൊക്കെ തീർന്നു. കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യ പാദങ്ങൾക്ക് വളരെ നല്ല കാലം. അവർക്ക് നേടുന്നൊരു കാലമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. ഇനി അടുത്ത രാശിയാണ് മിഥുനൻ രാശി. ജന്മത്തിൽ വ്യാഴം വരുമ്പോൾ നല്ലതല്ല അത്രയും. വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന അത്ര ജനിക്കുമ്പോൾ വ്യാഴം ലഗ്നത്തിൽ നല്ലതാണ്, പക്ഷേ ഇത് അത്ര നല്ലതല്ല. അപ്പോൾ അവർക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പഴയതിനേക്കാളും ഭേദമായിരിക്കും. 12 വ്യാഴത്തേക്കാളും ഭേദമാണ് ലഗ്നത്തിൽ വ്യാഴം വരുന്നത്. ശനിയാണെങ്കിൽ കണ്ടകശനി, കർമ്മത്തിൽ ശനിയാണ്. കണ്ടകശനി ഭയങ്കര. ചിലപ്പോൾ തന്നെ IT ഫീൽഡൊക്കെ പൊക്കോളാൻ പറയും. അതിൽ ജോലിയിൽ ഇല്ലാത്ത കുറ്റങ്ങൾ വരിക. ഇപ്പോൾ ബാങ്ക് മാനേജറോ ബാങ്ക് ഓഫീസറോ അവർ ചെയ്യാത്ത കുറ്റം വരിക. ഇങ്ങനെ ഒരുപാട്. പിന്നെ ടാർഗറ്റ് ഉണ്ടാക്കുന്ന പരിപാടി, ടാർഗറ്റ് നേടുക, അതൊന്നും സാധിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ശനിദേവനെയും മഹാവിഷ്ണുവിനെയും ഒരേപോലെ പ്രാർത്ഥിക്കണം. മേടൻ രാശിക്കാർ ചെയ്ത് എന്താണോ അതിവരും ചെയ്യണം. നമഃശിവായ ചൊല്ലുക. രാവിലെ കുളി കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമഃശിവായ ചൊല്ലാം. പിന്നെ അത് ഏറ്റവും വലിയ കാര്യം സൂര്യഭഗവാനെ തൊഴുക. സൂര്യഭഗവാനെ തൊഴുത് ഈ പ്രശ്നങ്ങൾക്ക് കുറേ ഒരു പരിഹാരം ഉണ്ടാകും. ഈ വക ചിട്ടയ്ക്ക് ചേർന്നാൽ മിഥുനൻ രാശിക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി അടുത്ത കർക്കിടകൻ രാശി. മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യം. ഇവർക്കാണെങ്കിൽ ബുദ്ധിമുട്ട് വരുന്നത്. ഇനി കർക്കിടകൻ രാശിയിൽ വരുന്നത് പുണർദം അവസാനം, പൂയം, ആയില്യം. ഇവരെ സംബന്ധിച്ച് 12 വ്യാഴം. ശനി വലിയ കുഴപ്പമില്ല, 9-ലാണ്. പക്ഷെ 12 വ്യാഴം. വ്യയങ്ങൾ, ചിലവുകൾ, വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് ചിലവ് വരിക, ഹോസ്പിറ്റലൈസേഷൻ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, ആർക്കെങ്കിലും തട്ടിമുട്ടി വയ്ക്കുക, വെറുതെ പോണ ആളെ വണ്ടി വന്ന് ഇങ്ങോട്ട് വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ ശനി 9-ലായതുകൊണ്ട് കുറച്ച് മാറ്റങ്ങൾ അവർക്കുണ്ടാവും. അടുത്തതായിട്ടാണ് അവരും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. നല്ല അതായത് നമ്മൾ ഏറ്റവും പോസിറ്റീവ് എനർജിയുള്ള അമ്പലങ്ങളിൽ പോകണം. ഇപ്പം എല്ലാ അമ്പലത്തിലും പോസിറ്റീവ് എനർജി. പക്ഷെ ഗുരുവായൂർ, അമ്പലപ്പുഴ, മഹാക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക. അത് മാസമൊരിക്കെങ്കിലും അവിടെയൊക്കെ പോയി ദർശനം നടത്തിയാൽ തന്നെ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ മാറ്റം വരും. ചിട്ടയായിട്ട് കഴിക്കുക. ചിട്ടയായിട്ടുള്ള രീതി വന്നിൽ തന്നെ ഈ ചിട്ടയാണ് ഏറ്റവും കൂടുതലും എല്ലാത്തിനും വേണ്ടത്. ഇനി അടുത്ത രാശിയാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. മകം, പൂരം, ഉത്രപാദ്യം. ഇവർക്ക് നല്ല കാലമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. വ്യാഴം അഷ്ടമത്തിലാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. വ്യാഴമുണ്ട്. ശനി അഷ്ടമത്തിലാണെങ്കിൽ വ്യാഴം 11 വ്യാഴമാണ് നിറഞ്ഞിരിക്കുന്ന സമയമാണ്. എല്ലാം വാഹനം, വീട്, കുട്ടികളുടെ സന്താനങ്ങൾ, വിവാഹം കഴിക്കുക, വിവാഹം എല്ലാം നടക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ തടയ്ക്ക് തടസ്സം വരും. കാരണം ഈ ശനി അഷ്ടമത്തിലാണല്ലോ. എങ്കിലും ശനിപ്രീതി കൂടി ഉണ്ടെങ്കിൽ അവർക്കും നല്ല സമയമാണ്. അടുത്ത രാശിയാണ് കന്നി. കന്നി രാശി എന്ന് ചിത്തിര അവസാനം, ഉത്രം അവസാനം, ചിത്തിര, ചോതി. ഉത്രം അവസാനം, അത്തം, ചിത്തിര ആദ്യം. ഉത്രം അവസാനം, അത്തം, ചിത്തിര ആദ്യം. ഈ 3 രാശിക്കാർക്ക് അവർക്ക് കണ്ടകശനിയാണ്. ഇപ്പോൾ കണ്ടകശനിയാണ്. ഭാര്യയ്ക്ക് അസുഖങ്ങൾ, ഭാര്യയായിട്ട് മാറി നിൽക്കേണ്ടി വരിക, ബുദ്ധിമുട്ടുകൾ വരിക. ഇങ്ങനെ 7 ശനിയായ അത് ഈ കണ്ടകശനിക്ക് 2-3 തരത്തിലുണ്ട്. 4, 7, 10 ഇതിലാണ് കേന്ദ്രങ്ങളിൽ ശനി വരുമ്പോഴാണ് കണ്ടകശനി. അതിൽ 4 വരുമ്പോൾ കുടുംബത്തിന് സമാധാനക്കുറവ്, അമ്മയ്ക്ക് അസുഖം, വാഹനത്തിന് ബുദ്ധിമുട്ടൊക്കെ വരും. 7 വരും ഭാര്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നിവൃത്തി മാർഗം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരിക, നമുക്ക് സ്ഥലത്ത് എത്താൻ പറ്റാതിരിക്കുക, സമയത്ത് എത്താതിരിക്കുക, ഇതൊക്കെ പറ്റും. കർമ്മത്തിലാണ് 10. അത് കർമ്മവിഘ്നങ്ങൾ, കർമ്മ തടസ്സങ്ങൾ, കർമ്മം നഷ്ടപ്പെടുക, ഇതെല്ലാം ഈ കണ്ടകശനിയും കൂടെ സംഭവിക്കും. ഇവർക്കും കർമ്മത്തിലാണ് വ്യാഴം. കണ്ടക വ്യാഴം എന്ന് പറയും. 10-ലാണ് വ്യാഴം. അപ്പോൾ വ്യാഴവും ഗുണമില്ല, ശനിയും ഗുണമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇവരും നന്നായിട്ട് ശനിദേവനെയും മഹാദേവനെയും വിഷ്ണുവിനെയൊക്കെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ഇവർക്കും ഒരുവിധം കരക്കയറാം. ഇതൊക്കെ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ദശാകാലം മോശമാണെങ്കിൽ ഉള്ളൂ, നല്ലതാണ് ഇതൊന്നും സംഭവിക്കില്ല. ഇനി തുലാം രാശിക്കാരെന്ന് പറയാം ചിത്തിര അവസാനം, ചോതി, വിശാഖം. ചിത്തിര അവസാനം, ചോതി, വിശാഖം. ഇവരാണ്
തുലാം രാശി അവരെ സംബന്ധിച്ച് നല്ല സമയമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ശനി കുഴപ്പമില്ല. വ്യാഴം 9 വ്യാഴം, 8 ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവരെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികവും ഒക്കെ വന്നിരുന്നാലും മാറി ഇപ്പോൾ അവർക്ക് സമാധാനമുള്ള സന്തോഷമുള്ള അന്തരീക്ഷമാണ്. വിവാഹം നടക്കാം, കുട്ടികളുണ്ടാവാം, വീട് വയ്ക്കാം, വാഹനം മേടിക്കാം. ഇതിലൊക്കെ 9 വ്യാഴം വളരെ നല്ല. അവരച്ഛന് കൊച്ചു കുട്ടികളുടെ അച്ഛന് പ്രമോഷൻ കിട്ടാം, ശമ്പള വർധനം, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് വൃശ്ചികൻ രാശി. വിശാഖ അവസാനം അനിഴം തൃക്കേട്ട. ഈ രാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശ്ശേരി ആയതൊക്കെ മാറി സമാധാനപ്പെട്ടിരിക്കാറായിട്ടില്ല. വ്യാഴം അഷ്ടമത്തിലാണ്. അപ്പോൾ അവർക്കും വ്യാഴപ്രീതി അനിവാര്യമാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. പിന്നെ ഈ വൃശ്ചിക രാശിയിലുള്ള ചന്ദ്രനുള്ളവർക്ക് ടെൻഷൻ കൂടിയ ആൾക്കാരായിരിക്കും. അതെ, വൃശ്ചികത്തിൽ ചന്ദ്രൻ നീചത്തിലാണല്ലോ, അപ്പോൾ ടെൻഷനുള്ള ആൾക്കാർ. അപ്പോൾ അവർ ദുർഗാദേവിയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ചന്ദ്രൻ നീചത്തിൽ ചന്ദ്രൻ 4, 8, 12 ഇങ്ങനെയൊക്കെ ചന്ദ്രൻ വരികയാണെങ്കിൽ, അമാവാസി എടുത്ത് ജനിക്കുകയാണെങ്കിൽ അവർ ഓം ദും ദുർഗേ ദക്ഷിണീ സ്വാഹ എന്ന് രാവിലെയും വൈകുന്നേരം 21 പ്രാവശ്യം ജപിച്ച് അവരുടെ ചന്ദ്രൻ്റെ ആ പ്രശ്നങ്ങൾ മാറും. മാനസികമായ ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ടല്ല, ടെൻഷൻ, ആവശ്യമില്ലാത്ത ടെൻഷൻ. ഇപ്പോൾ വീടൊക്കെ പൂട്ടിയോ എനിക്കറിയാം. ഒരു അനിഴ നക്ഷത്രക്കാരുണ്ട്, വീടൊക്കെ പൂട്ടിയിറങ്ങും. സംശയം, പിന്നെയും പോയി നോക്കും. ഗ്യാസ് ഓഫ് ചെയ്തോ, കിടക്കുമ്പോൾ പിന്നെയും പോയി നോക്കും. സംശയമാണ്, ഒരു പൂർണ്ണതയില്ല. അതാണ് ഈ ചന്ദ്രന് ബലമില്ലാതെ വരുമ്പോൾ. ചന്ദ്രൻ നീചത്തിലാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബലമില്ലാതെ ചന്ദ്രൻ നീചത്തിലായതുകൊണ്ടാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ദുർഗാദേവിയും കൂടി കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. ഇനി ധനുരാശിക്കാരടുത്തത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യം രാശിക്കാരാണ് ധനുരാശിക്കാർ. അവരെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടകശനി തുടങ്ങിയേക്കുക. വ്യാഴം നല്ലതാണ്. വ്യാഴം നിവൃത്തി സ്ഥാനത്താണ്, എല്ലാ കാര്യവും നടക്കും. പക്ഷേ ഇടയ്ക്ക് തടസ്സം വരും ഈ കണ്ടകശനികളുണ്ട്. അപ്പോൾ അവരും ശനിപ്രീതിയും ശനി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നായിരിക്കും. ഇനി മകരൻ രാശിക്കാർ. ഉത്രാട അവസാനം തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രക്കാർക്ക് 7 ശനിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കാവോ, സമാധാനമായിട്ടോ. മാർച്ച് 29-നൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പോൾ ദേ വരുന്നു മെയ് 14 വ്യാഴം ഇതിലേക്ക് 6ലേക്ക് വരുന്നു. വ്യാഴം ശത്രുവായിട്ടാണ് വരുന്നത്. അപ്പം ബുദ്ധിമുട്ടുകളാണ്. വ്യാഴപ്രീതി അവർ നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ. അടുത്ത രാശിക്കാരാണ് കുംഭൻ രാശിക്കാർ. കുംഭൻ രാശി എന്ന് പറയുമ്പം അവിട്ടം അവസാനം ചതയം, പൂരുരുട്ടാതി ആദ്യം. ഇവരെ സംബന്ധിച്ച് ഭയങ്കരമായ ദുരിതങ്ങളായിരുന്നു. 7 ശനിയാണ് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും 7 ശനി കാലത്ത് ചെറുപ്പക്കാർക്കാണെങ്കിൽ അസുഖങ്ങൾ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബാലാരിഷ്ടമൊക്കെ, മദ്യത്തിലാണെങ്കിൽ ജോലിക്ക് ബുദ്ധിമുട്ട്, പ്രായമുള്ളവർക്കാണെങ്കിൽ രോഗദുരിതങ്ങൾ, അൺഎക്സ്പെക്റ്റഡായിട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ സ്ട്രോക്ക് വരിക, അങ്ങനെയൊക്കെ വന്ന് സംഭവം കഴിഞ്ഞു പോകും. അപ്പോൾ അത് 2ലേക്ക് വന്നു. ഇനി വ്യയങ്ങളാണ് കൂടുതൽ വരുന്നത്. പ്രതീക്ഷിക്കാതെ ചിലവ് വരിക, കുടുംബത്തിലേക്ക് തന്നെ ചിലവ് വരിക. അത് എന്നാലും വലിയ പ്രശ്നമില്ല. വ്യാഴം 5-ലാണ്. അവർക്കും നേടാവുന്നൊരു സമയമാണ്, ഒരു സുവർണ്ണ കാലമാണ് കുംഭ രാശി. അടുത്ത രാശിയാണ് മീനം. പൂരുട്ടാതി അവസാനം, ഉത്രട്ടാതി രേവതി. ഇവരെ സംബന്ധിച്ച് വ്യാഴപ്പ് അനുകൂലമാണ്. പക്ഷേ അവർക്കും ജന്മശനിയാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളൊക്കെ പറഞ്ഞ മതി. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബാലാരിഷ്ടത, വിദ്യാഭ്യാസ തടസ്സങ്ങൾ, മദ്യത്തിലാണെങ്കിൽ മധ്യവയസ്സുള്ളവർക്കാണെങ്കിൽ ജോലിക്ക് പ്രശ്നങ്ങൾ, പ്രായമുള്ളവർക്കാണെങ്കിൽ രോഗദുരിതങ്ങളൊക്കെ സംഭവിക്കാം. ഇതിനൊക്കെ ശരിപ്രതി ശിവധാര ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മാറ്റങ്ങൾ വരാം. വ്യാഴത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ സുവർണ്ണകാലം എന്ന് പറയുമ്പോൾ മകം നക്ഷത്രം, അതായത് ചിങ്ങരാശിക്കാർക്കും ഇടവരാശിക്കാർക്കും കുംഭരാശിക്കാർക്കും ഏകദേശം ഒരു നല്ല കാലമായി. തുലാം രാശിക്കാർക്ക് ഇവർക്കൊക്കെ നല്ല കാലങ്ങളാണ്. ഈ രാശിക്കാർക്ക് ഈ വരുന്ന വർഷം വ്യാഴത്തിന്റെ ഗുണാനുഭവങ്ങൾ കൂടുതലായിരിക്കും. ബാക്കിയുള്ള രാശിക്കാർ ഈ പറയുന്ന ഗുണാനുഭവങ്ങൾ വരുന്നതിന് അവർ നല്ലൊരു ജ്യോതിഷിയെ കാണുക, അവരുടെ ഗ്രഹസ്ഥിതി നോക്കുക. ഈ ദശാകാലങ്ങൾ മേഡം പറഞ്ഞതുപോലെ ദശാകാലങ്ങൾ പൂർണ്ണമായിട്ടും നോക്കുക, നല്ല വിശകലനം ചെയ്യുക, അതിനുള്ള പരിഹാരം കാണുക. നല്ലത് മാത്രം വരട്ടെ. വ്യാഴം എല്ലാവർക്കും പൊതുവെ നല്ലൊരു അനുഭവം കൊണ്ടുവരട്ടെ. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി, ഈ ശനി 7 ശനി കണ്ടകശനിയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, ഞാനൊരു തിലകമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തൊട്ട് ഞാൻ നല്ലതാ. ഓക്കെ, അത് ഈ പറയുന്ന തിലകം ഈ ദോഷങ്ങൾ മാറുന്നതിനും അല്ലേ? ശരി, പ്രാർത്ഥിച്ചു വെച്ചിട്ട് 14 രൂപ ജപിച്ചൊക്കെ വെച്ചേക്കണതാ. വ്യാഴമാറ്റം ഗുണാനുഭവങ്ങളുള്ള രാശി നമ്മൾ പറഞ്ഞായിരുന്നു. ഈ സാധാരണ രീതിയിൽ വ്യാഴത്തിനെ പ്രസാദിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലും ഗുരുവായൂരപ്പനെയാണ് തേടി പോകുന്നത്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്താൻ പറ്റാത്തവർ ട്രിവാൻഡ്രത്ത് പത്മനാഭസ്വാമിയെ കാണുന്നുണ്ട്. ഈ രണ്ടും പോകാൻ പറ്റാത്തവർക്ക് എന്താ ഒരു പ്രതിവിധിയുള്ളത്? ഇത് രണ്ടും പോകാൻ പറ്റാത്തവർ തുളസി നട്ടുപിടിപ്പിച്ചിട്ട് തുളസിക്ക് ജലമൊഴിച്ച് പ്രാർത്ഥിക്കാം. ജലമൊഴിച്ച് തുളസിക്ക് 7 പ്രദക്ഷിണം വെച്ചാൽ നല്ലതാണ്. ഒരു തുളസിത്തറ ഉണ്ടായിട്ട് ആ തുളസിക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ
വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ചേർക്കണം. ആ ആ എന്നിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ജലം തുളസിക്കൊഴിച്ച് പിന്നെ സൂര്യനെ പ്രാർത്ഥിച്ച് സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയെ നമ ഇതൊക്കെ ചൊല്ലി ഒരു 7 പ്രദക്ഷിണമൊക്കെ വെച്ചാൽ അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ മാറും. ഈ പാല് കൊണ്ട് അഭിഷേകം ചെയ്യണ മാതിരി തുളസിക്ക് അഭിഷേകം ചെയ്യണം, അത് ധനമുണ്ടാവാനും നല്ലതാണ്. ഓക്കെ. അത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും ചെയ്യാമോ? എല്ലാ ദിവസവും പാല് വേണ്ട, ദിവസവും തുളസിക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ. വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസിക്ക് പാലും കൂടി ചേർത്തൊഴിക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യപ്രീതിക്ക് വേണ്ടി ശർക്കരപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്താൽ നമുക്ക് ധനത്തിന് യാതൊരു ശർക്കരപ്പൊടിയിട്ട് തുളസിക്ക് വെള്ളം ഒഴിക്കുക. നമ്മൾ വെള്ളം ഒഴിക്കലോ, നമ്മളിപ്പം ചെമ്പുകുടത്തിലോ ഇതിലാണല്ലോ വെള്ളം കൊണ്ട് ഒഴിക്കുക, പ്ലാസ്റ്റിക് ഒഴിക്കില്ലല്ലോ. തുളസിക്ക് വെറുതെ വെള്ളം ഒഴിക്കല്ല, നമ്മൾ തുളസിക്ക് ഒരു അഭിഷേകം പോലെ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നുകിൽ ചെമ്പുകുടം അല്ലെങ്കിൽ വെള്ളിക്കുടം ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ സാധാരണ ദിവസങ്ങളിൽ സാധാരണ വെള്ളം മതി. വ്യാഴാഴ്ച ദിവസങ്ങളിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അതിലൊഴിച്ച് വെള്ളത്തിനോടൊപ്പം പാലും കുറച്ച് പാല് ഒരു 2 സ്പൂൺ മതി. പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഭഗവാന് അഭിഷേകമായി. അപ്പം നമ്മൾ ഗുരുവായൂരൊക്കെ പോയി തൊഴേന് തുല്യം ഒരു പ്രാധാന്യം നമുക്ക് വരും. നമുക്ക് ധനത്തിന് യാതൊരു ബുദ്ധിമുട്ട് വരും. ധനത്തിനാണല്ലോ വ്യാഴത്തിന്. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസം സൂര്യഭഗവാന് വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ കുറച്ച് ശർക്കര പൊടിയോ ശർക്കരയോ എന്നും കിട്ടിയിട്ട് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അഭിഷേകം ചെയ്താൽ വളരെ നല്ലതാണ്. എന്നിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം തരുന്ന ആളാണ്. ഈ ഭൂമിയിൽ മുഴുവൻ എനർജി തരുന്ന ആളാണ് സൂര്യൻ. ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സൂര്യനെ പ്രാർത്ഥിച്ച് ഭയങ്കര കാര്യമാണ് കേട്ടോ, ഭയങ്കര നല്ല. അപ്പം നമുക്ക് PSC ലിസ്റ്റിൽ വന്നു, കൈ കിട്ടുന്നില്ല ജോലി, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. സൂര്യൻ്റെ ഒരു അമ്പലമുണ്ട് അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുപ്പന്തറ അടുത്ത്, കോട്ടയം കുറുപ്പന്തറയില്ല മള്ളിയൂരടുത്ത് ഒരു ആദിത്യപുരം ക്ഷേത്രമുണ്ട്. അവിടെ പോയി ഒരു വഴിപാടുണ്ട്. അവിടെ ചുമന്ന പട്ടിൽ രക്തചന്ദനം മുട്ടി അതവിടെ കിട്ടും, വലിയ എമൗണ്ട് ഒന്നും വേണ്ട. അത് നടക്കി വെച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഇവിടേക്കൊരു ആദിത്യ പൂജ ചെയ്തേക്കാതെ പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ട് നമുക്ക് മാഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അവരും അതുപോലെ ഉച്ചവരെ കിടന്നുറങ്ങാതെ രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് വേണം പ്രാർത്ഥിക്കാൻ. കുളിച്ച് സൂര്യഭഗവാനെ നോക്കി ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയെ നമ 5 മതി. അതൊരു 11 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ വലിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട്, സന്താപനാശാകരായ അതൊക്കെ ചൊല്ലി പഠിക്കണ്ടേ. ശ്രീരാമസ്വാമി ചൊല്ലിയ രാവണനെ കൊല്ലാൻ ആദിത്യ നമസ്കാരം, അത് ആദിത്യ ഹൃദയമന്ത്രം, അത് കുറച്ചുണ്ട്. പെട്ടെന്ന് പിള്ളേരോടൊക്കെ പറയാൻ പറ്റില്ല, ഇത് എളുപ്പത്തിൽ പറയാം. സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയെ നമ. പിന്നെ കൂടുതൽ വലിയതൊക്കെ പറഞ്ഞാൽ അവർ ചൊല്ലില്ല. അപ്പം ഇതൊക്കെ ചൊല്ലി ചെയ്താൽ തന്നെ നമുക്ക് സർക്കാർ ജോലി കിട്ടും, സർക്കാരിന് ആനുകൂല്യങ്ങൾ കിട്ടുക. ഇപ്പോൾ ലോൺ റെഡി ആയിട്ടുണ്ട്, ഇപ്പോൾ വീട് വയ്ക്കാനൊക്കെ തരാമെന്ന് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ആദ്യത്തെ പൊങ്കാല ഇടാം, അത് വളരെ നല്ലതാണ്. സന്തോഷം. ഈ പറയുന്ന സംഭവങ്ങൾ ഇത് നല്ലൊരു അറിവാണ്. അതായത് സാധാരണ രീതിയിൽ ഈ വേഴപ്രീതി അല്ലെങ്കിൽ ശനിപ്രീതിക്കൊക്കെ സാധാരണ ജ്യോതിഷന്മാർ പറയുന്ന ഒരു ക്ലീഷേ പരിഹാരങ്ങളുണ്ട്. ഇത് അമ്മ പറഞ്ഞ വളരെ തികച്ചും വ്യത്യസ്തമാണ്. ഈ തുളസി എന്ന് പറയുന്നത് മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് തുളസിയെ പൂജിക്കുക എന്ന് പറയുന്നത്. നമ്മൾ വളരെ കേരളത്തിലൂടെ വളരെ നിസ്സാരമായിട്ട് കാണുന്നതാണ്. തുളസിയെ പൂജിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സങ്കല്പ ശക്തി വളരെ വലുതാണ്. ഈ പാൽ അഭിഷേകം അല്ലെങ്കിൽ ശർക്കര വെള്ളം ഇതൊക്കെ ഭയങ്കര പവർഫുള്ളാണ്. എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.